Hi everyone. So good evening. Sorry, good morning. Okay, fine. So ഇന്ന് ഇറ്റ് സൺഡേ ആണ്, 12th ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ നാളെ റീഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് കുറച്ച് ലോങ് വീഡിയോ ചെയ്യാം. മെയിൻലി എപ്പോഴും ഈ ലൈവ് ക്വസ്റ്റ്യൻസിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസസ് ആണ് എപ്പോഴും എനിക്ക് ക്വസ്റ്റ്യൻസ് വരാറ്. സോ അത് റിലേഷൻ തന്നെ നോക്കാം ഡീപ്പറായിട്ട്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു വെയിറ്റിംഗ് വേണോ അതോ നിങ്ങൾ മൂവ് ഓൺ ആവണോ എന്നൊരു ചോദ്യമാണ് എനിക്ക് റീഡ് ചെയ്യാൻ തോന്നുന്നത്. സോ കളക്റ്റീവായിട്ട് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ പൈൽ 1 പൈൽ 2 ആയിട്ട് ചെയ്യാം. അല്ല, പൈൽ 1 പൈൽ 2 ആയിട്ട് ചെയ്യാം. ഞാൻ പൈസ എടുക്കാം. ഇവിടെ ഒന്നും പ്രിപ്പയർ ചെയ്ത് വരാറില്ല. ഒക്കെ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ എന്താണ് ഇൻക്ലൂഷനിൽ വരുന്നത് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. യെസ്, 11 നമ്പർ ഞാൻ കണ്ടു, എടുക്കട്ടെ. യെസ്, ഇത് 11 15 1 വന്നത് കേട്ടോ. 2 പൈൽ ചെയ്യാം. അപ്പോൾ നമുക്ക് നന്നായി ഫസ്റ്റ് തന്നെ 11 ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് മൈ ടൈഗേഴ്സ് ഐ ആണ്. ഓക്കെ, ടൈഗറായി താല്പര്യമുള്ളവർക്കൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ. ഓക്കെ, 11. ലെറ്റ് മീ ഷഫിൾ ദ കാർഡ്സ്. ഓക്കെ, യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ്. എന്താണ് 11 ചൂസ് ചെയ്തവർ, പൈൽ 1 ചൂസ് ചെയ്തവർക്ക് റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ റീഡിങ് ആയിക്കോട്ടെ, റിലേഷനും വന്നോട്ടെ, എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. നൈറ്റ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, 3 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ചില കാർഡ്സ് ഫ്രണ്ടിൽ വെക്കാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ വെക്കില്ല, നീക്കി ഏത് കാർഡാണെന്ന് പറയാം കേട്ടോ. ചില നേക്കഡ് കാർഡ്സുകളുണ്ട്, അതൊന്നും ഒരു ഇഷ്യൂ ഇല്ല. സോൾ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് സ്പിരിച്വൽ കോഴ്സസ്. പക്ഷേ യൂട്യൂബിന് അതൊന്നും അറിയില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ക്യൂൻ ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് വാൻസ്. ഓക്കെ, ടെമ്പറൻസ് കാർഡ് വരുന്നു. കിങ് ഓഫ് കപ്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ബോട്ടം ഹാങ്ങഡും പേജ് ഓഫ് കപ്സും. ഓക്കെ, റിവേഴ്സ് കാർഡ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൈൽ 1 ചൂസ് ചെയ്തവർ ഓവറോൾ എനർജീസ് നോക്കാം നമുക്ക്. ദിസ് പൈറേറ്റ് സ്റ്റോൺ. നമുക്ക് ഈ പൈറേറ്റ് സ്റ്റോൺ വളരെ അബണ്ടൻസും മണി വെൽത്ത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ബിക്കോസ് ഇത് അത്രയും നല്ലൊരു ഭാഗമാണത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ കിങ് ഓഫ് കപ്സും കുറച്ച് ഫൈറ്റിംഗ് എനർജീസ് ഒക്കെ കാണിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഡ്സ്. നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നു, പെട്ടെന്ന് ഫോൺ എടുത്ത് കോൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ പാരൻസൊക്കെ ആധാരം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശബ്ദം കുറച്ച് വയ്ക്കാൻ പറഞ്ഞു ഞാൻ, പക്ഷേ എന്നാലും അവർ ലാപ്പിൽ കാണുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ശബ്ദം വരുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ, ഡിസ്റ്റർബൻസ് ആവാതിരിക്കട്ടെ. നൈറ്റ് ഓഫ് സോഡ്സ്, 3 ഓഫ് സോഡ്സ് റിവേഴ്സ്, 5 ഓഫ് സോഡ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സോഡാണ്, അപ്പോൾ തിങ്കിങ് ലെവലാണ്. നമ്മുടെ ബ്രെയിൻ ലോജിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. എങ്ങനെ അതിലവർ ലോജിക്കലായി പോകുന്നത് കൊണ്ടാണ് ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. കുറച്ച് മാസ്കുലിൻ ക്യാരക്ടേഴ്സാണ്, ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും അവർ. പക്ഷേ അവർ കിങ് ഓഫ് കപ്സിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് കണ്ടില്ലേ, കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് കാണുന്നില്ലേ. യെസ്, ഈ എനർജി എന്ന് പറയുന്നത് അവർ അത്രയും മെച്യൂരിറ്റി. ഇന്നലൊരു ലൈവ് റീഡിങ് ചെയ്തപ്പോൾ ഈ ഒരു കാർഡ് കണ്ടു, പേജ് ഓഫ് വാൻസ് ടു കിങ് ഓഫ് കപ്സ്. അവർ പിന്നെ ചൈൽഡ് ഇഷ്യൂ ആയിട്ട് പോകുന്നൊരു പേഴ്സൺ ആണെങ്കിൽ അവർ അത്രയും മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് അതിലൊരു യൂണിയൻ അല്ലെങ്കിൽ മാരേജ് ഉണ്ടാകുള്ളൂ എന്ന് ഇന്നലെ റീഡിങ്ങിൽ പറഞ്ഞത്. ഓക്കെ, സോ അതാണ് കാണിക്കുന്നത്. ഫസ്റ്റ് പൈലറ്റ് ചൂസ് ചെയ്തവരോട് പറയുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പം സോൾമേറ്റ്സ് എന്നിട്ട് വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പുതിയ സോൾമേറ്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടായിരിക്കും. വെദർ ഐ നീഡ് ടു ഡീൽ വിത്ത് ദിസ് പേഴ്സൺ ഓർ നീഡ് ടു ചേഞ്ച് ചെയ്യണോ, അതോ അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ ഞാൻ പോകണോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നുണ്ടായിരിക്കും. ആൻഡ് നിങ്ങൾ തമ്മിൽ ഒരുപാട് ഫൈറ്റ് ഡിസഗ്രിമെൻറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. പേജാണ് കാണിക്കുന്നത്, ഇതിലും പേജ് ഓഫ് വാൻസ് ഉണ്ട് അല്ലേ. ക്യൂൻ ഓഫ് കപ്സ് കാണിക്കുന്നു. മദർ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കും ഡിസ്റ്റോർട്ടഡ് ഫെമിനിൻ ആയിരിക്കാം. സംവർ യു ആർ ഹാങ്ഡ് ബാൻ എനർജി കാണിക്കുന്നുണ്ട്, സ്റ്റെക്ക് എനർജി കാണിക്കുന്നു. പക്ഷെ അതും മെല്ലെ റിവേഴ്സ്ഡ് ആവുന്നുണ്ട്. ക്ലാരിറ്റി വരുന്നൊരു സമയമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയോ നിങ്ങൾ ക്ലാരിറ്റിയോടെ ഹാപ്പിനെസ്, നിങ്ങളുടെ സെൽഫ് ലവിലേക്ക് കംപ്ലീറ്റ്ലി മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് കാണിക്കുന്നു. ക്യൂൻ എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം അബണ്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഫെമിനിൻ എനർജി, വാട്ടറിലാണ് ഇരിക്കുന്നത്. ഇമോഷൻസ്, നിങ്ങൾ ഭയങ്കര ഇമോഷനാണ്, അവരാണെങ്കിൽ ഇമോഷൻസേ ഇല്ല. അങ്ങനെ 2 എക്സ്ട്രീം. അപ്പോൾ നിങ്ങളിങ്ങനെ കൂട്ടിമുട്ടാൻ, ഇപ്പോൾ കടലും പുഴയും പോലെ കൂട്ടിമുട്ടാൻ കുറച്ച് വ്യത്യാസങ്ങളായിട്ട് കാണുന്നു. പക്ഷെ അങ്ങനെ കോംപ്രമൈസിങ് ആയിട്ട് പോകേണ്ട ആവശ്യം, മീൻസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടത്. എപ്പോഴും ക്വാറൽസ് നിങ്ങൾക്ക് പറ്റുന്നില്ല, യു ക്യാൻ ലീവ്.
ക്യാൻ ചൂസ് ഓവർ പീസ്. ഓക്കെ, പീസിലേക്ക് നിങ്ങൾ ചൂസ് ചെയ്ത് പോവാം. ഞാൻ പറയുമ്പോൾ എന്തോ ത്രോട്ട് ചക്രയിൽ എന്തോ ഒരു തടസ്സം വന്നു. ഓക്കെ, ത്രോട്ട് ചക്ര ഹീൽ നന്നായിട്ട് ചെയ്യാം. 5 ഓഫ് സോർട്സ് കാണിച്ചു. 5 ഓഫ് സോർട്സ് എന്ന് പറയുന്നത് ഒരു ഫൈറ്റും ഒരു ഈഗോ ഇഷ്യൂസസും ക്ലാഷസാണ് കാണിക്കുന്നത്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയും കുറേ ക്ലാഷസ് വരാം, ഡിസഗ്രിമെൻറ്റ്സ് വരാം. 3 ഓഫ് സോർട്സ് റിവേഴ്സാണ്. ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മെല്ലെ സെൽഫ് ലവിലേക്കൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്കും ചെറിയ മാറ്റങ്ങൾ വരും ഭാവിയിൽ. പക്ഷെ നിങ്ങൾ നന്നായിട്ട് ഹീൽ ചെയ്യണം. നല്ല രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് ഇന്നോവോക്ക് ചെയ്താൽ മാത്രമേ അതിൽ ചേഞ്ചസും വരും ചെയ്യുള്ളൂ. അത് റീഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർട്ട് പെയിനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഏഞ്ചൽസ് കാർഡ്സ് കൊണ്ട് എടുക്കട്ടെ. പിന്നെ പറയുന്നത് ഇതിൽ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അവർ ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുകയാണ്. കാരണം അവർ നിൽക്കുന്ന സ്ഥലം മരുഭൂമിയാണ്. പേജ് ഓഫ് വാൻസ്, അവിടെ അവർക്ക് ഒരുപാട് കൃഷി അല്ലെങ്കിൽ പച്ചപ്പ് കൊണ്ടുവരുന്ന ആഗ്രഹിക്കും. അപ്പം അത്രയും എക്സ്ട്രീമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ്, പണിയെടുത്താൽ മാത്രമാണ് അവർക്കൊരു ചേഞ്ചസ് വരുള്ളൂ എന്ന് അവർക്ക് തന്നെ സ്വയം അറിയാം. യു ആർ റെഡി, യെസ് കാർഡ് വരുന്നുണ്ട്. പിന്നെന്താണ്, പെർഫെക്റ്റ് ടൈമിങ്, ഡിവൈൻ ടൈമിങ്ങിലാണ് എല്ലാം പ്രോപ്പറായിട്ട് ചാനൽഡ് ആവുള്ളൂ. ന്യൂ ഡിറക്ഷൻസ്, പുതിയ പാത ചൂസ് ചെയ്യാം. റിമെയിൻ പോസിറ്റീവായിട്ട് ഇരിക്കാം. ആൻഡ് ഇറ്റ്സ് അപ് ടു യു എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യും. ഇവരെ ചൂസ് ചെയ്യണോ, പുതിയ ആൾക്കാർ വരുന്നുണ്ട് അവരെ ചൂസ് ചെയ്യണോ, നിങ്ങൾക്ക് എവിടെയാണ് മനസ്സമാധാനമുള്ളത്. ഇവരെ പ്രസൻസ് നിങ്ങൾക്ക് ഒട്ടും മനസ്സമാധാനം ഇല്ലെങ്കിൽ ദിസ് ഈസ് നോട്ട് എ റൈറ്റ് ലവ്. അതാദ്യം മനസ്സിലാക്കാം. അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് ഒട്ടും ഹാപ്പിനെസ് തരുന്നില്ല. എപ്പോഴും ട്രിഗേഴ്സും അല്ലെങ്കിൽ എപ്പോഴും ബുദ്ധിമുട്ട് മാത്രമാണെങ്കിൽ നമ്മൾക്ക് വേറെ ലൈഫ് ചൂസ് ചെയ്ത് പോകാം കേട്ടോ. നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ട്വിൻ ഫ്ലെയിമിൻ്റെ കേസാണെങ്കിൽ ട്രിഗറാണത്. പക്ഷെ ഒരു അൺകണ്ടീഷണൽ ലവ് ഉണ്ട്, അത് വ്യത്യാസമുണ്ട്. അതും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാമില്ലെങ്കിൽ ഇല്ല. അതൊക്കെ എല്ലാതും നിങ്ങളുടെ സോളിൻ്റെ ഇഷ്ടമാണ്. നമുക്ക് ഇവിടെ ചാനലിങ് പറഞ്ഞു തരാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു. സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്സിൽ വന്നിട്ട് പറയുന്നത്. റിലേഷൻഷിപ്പാണ് കൂടുതൽ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കരിയർ ആണെങ്കിൽ പോലും കരിയറിലും ഓഫീസിലൊക്കെ വെച്ച് ക്ലാഷസും ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഒരു ക്ലാഷാണ്, ഒരു എന്താ പറയുക, ഒരു കാർമിക് ക്ലിയറൻസ് എന്നൊക്കെ പറയാം നമുക്ക്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ പോവാം. ഓക്കെ, ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് 51 ആണ്. സോ നമുക്ക് നോക്കാം. എന്താണ് ഓവറോൾ ആയിട്ടുള്ള റീഡിങ്സ് നോക്കാം കേട്ടോ. 5-1 സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തെടുക്കുന്ന റീഡിങ്സ് ആണ്. ഏസ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് സോർഡ്സ്, ടെമ്പറൻസ്, റിപ്പീറ്റ് അങ്ങായിട്ട് കാർഡ്സ് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഷഫിൾ ചെയ്തിട്ട് ടവർ കാർഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ടവർ 3 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് പെൻഡക്കിൾസ്, ക്യൂൻ ഓഫ് സോർഡ്സ്, ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല. നെക്സ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ കേസ് പറയുകയാണെങ്കിൽ, ഓവറോൾ റീഡിങ് പറയുകയാണെങ്കിൽ ഒന്നുകൂടി പെൻഡക്കിൾസ് അല്ല കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ചിന്തിച്ച് നിങ്ങൾ ജോലിയുടെ കേസൊക്കെ തീരുമാനിക്കണം. നിങ്ങളുടെ സോൾ പറയുന്ന രീതിയിൽ ചെയ്യാം. മണി മൈൻഡറായിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് വരും എന്ന് പറയുന്നു. കാരണം ടവർ കാർഡ്സ് കാണിക്കുന്നുണ്ട്. ലൈഫിൽ എന്തൊക്കെയോ ഒരു എൻഡിങ്സ് വരുന്നു, പുതിയ ബിഗിനിങ്സ് വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് പെൻഡക്കിൾസ്, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് പറയുന്നു. പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സോർഡ്സ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, ആളുകളൊക്കെ പെട്ടെന്ന് ഓടി വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് സോർഡ്സ് നന്നായി ചിന്തിച്ച് ലൈഫിന് തീരുമാനങ്ങൾ എടുക്കണമെന്ന് പറയുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഞാൻ പറഞ്ഞത്. സ്ലോ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് സ്റ്റെബിലിറ്റി വരുന്നത്, സ്ലോ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്യുക, നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾ ക്ലാരിറ്റിയോടെ വർക്ക് ചെയ്യുക. എബണ്ടൻ ചിന്തയിലൂടെ വർക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എബണ്ടൻസിൻ്റെ ഫ്ലോ കണ്ടോ. മഞ്ഞ കളർ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ്. പെൻഡക്കിൾസ് വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് കുതിരയാണ്, മെല്ലെയാണ് വരുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത്. ആൻഡ് ക്യൂൻ ഓഫ് സോർഡ്സ് നിങ്ങൾക്ക് ഹെൽപ്പായിട്ട് കുറേ ഒരു ഏജ് ഉള്ള 65+ ഉള്ളൊരു ലേഡിയുടെ ഹെൽപ്പ് വരാനൊക്കെ ചാൻസസ് പറയുന്നതായിട്ട് ഉണ്ട്. ഓക്കെ,
യെസ്, അഗെയിൻ ഒരു കോൺഫ്ലിക്ട്സ് എനർജി, നിങ്ങൾക്ക് ഒരു ഫൈറ്റിംഗ് എനർജി, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവാനും ദേഷ്യപ്പെടാനും ഒക്കെ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് പൈലിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ മാറിപ്പോകുന്നുണ്ട്. കരിയർ ആയിരിക്കാം, പേഴ്സൺ ആയിരിക്കാം, മണി ആയിരിക്കാം, എന്നിട്ട് പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഇൻകം വരുന്നതായിട്ടും പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. കണ്ട് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്, ടെമ്പറൻസ് ആണ്, ബാലൻസ്, ആർക്കേഞ്ചൽ ഗബ്രിയലിനൊക്കെ ആയിട്ട് നല്ല കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ റഫേൽ, ഗബ്രിയൽ, മാലാഖകളൊക്കെ ആയിട്ട് മീൻസ് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നന്നായി മെഡിറ്റേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഓരോരുത്തർ ഏഞ്ചൽസുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ കുറച്ചും കൂടി നിങ്ങൾ യൂണിവേഴ്സൽ എനർജി, നേച്ചറുമായിട്ടും പെറ്റ്സുമായിട്ടൊക്കെ ഒന്ന് മിങ്കിളാവുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് ചേഞ്ചസ് വരുന്നതായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ റീഡിങ്സ് ഫോർ പൈൽ 2. സോ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ് മീ റീഡ് ദ ഏഞ്ചൽ കാർഡ്സ്. റൊമാൻസ് പുതിയതായിട്ടൊക്കെ വരുന്നതായിട്ട് പറയുന്നു. അബണ്ടൻസ്, നല്ല കാർഡ്സ്. ബിഗ് ഹാപ്പി ചേഞ്ചസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് സമയം ഇപ്പോൾ നോട്ട് റൈറ്റ് ടൈം. അതാണ് നൈറ്റ് കാണിച്ചത്. സ്ലോലി വരുന്നു, ഇപ്പം നോക്കണ്ട, സ്ലോലി വരുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഒരു ഓവറോൾ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് കേൾക്കുക, ലീവ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അബണ്ടൻസിന് വേണ്ടിയിട്ട് മണി ഹീലിംഗ് ചെയ്യുക, താഴെയുള്ള 3 ചക്രാസ്, സോളാർ പ്ലക്സസ് ചക്ര നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ആൻഡ് ബി വിത്ത് യുവർ സെൽഫ്. നിങ്ങൾ കുറച്ച് നേരം സോളിറ്റ്യൂഡിലൊക്കെ ഇരിക്കുക, നന്നായിട്ട് നിങ്ങളെ നന്നായി അറിയാൻ ശ്രമിക്കുക. അതാണ് ഈ ലൈഫിൻ്റെ പർപ്പസ് തന്നെ. അതിന് വേണ്ടിയിട്ടാണ് പല കോഴ്സസും പല കാര്യങ്ങളും. മെയിനായിട്ട് നമ്മൾ നമ്മുടെ സോളുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മളറിയാതെ മരണപ്പെട്ട് പോകുന്നത്, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അതാണ് ഇന്നത്തെ റീഡിങ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ, നിങ്ങളുടെ ലൈഫിലത്തെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, അതിൻ്റെ ക്ലാരിറ്റി ഇല്ലാതിരിക്കുകയാണെങ്കിൽ യു കൻ ഗെറ്റ് ക്ലാരിറ്റി. ഇന്ന് ബുക്ക് ചെയ്യാം. ഇന്ന് റീഡിങ്സ് ഉണ്ടാവില്ല, ബിക്കോസ് സൺഡേ ഓഫാണ്. നിങ്ങൾക്ക് ഇന്ന് പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് മൺഡേക്ക് കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ ഡെയിലി 2 റീഡിങ്സ് ചെയ്യുന്നുള്ളൂ. ബാക്കി റീഡിങ്സ് നെക്സ്റ്റ് ഡേയ്സിലേക്ക് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേഗം ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാനൊക്കെ ആണെങ്കിൽ കൗട്ട് കട്ടിങ്സും, സോൾ കോൺട്രാക്ട് റൈറ്റിംഗ്, ഓട്ടോ റൈറ്റിങ്സ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഫീസ് ഉണ്ട്. ആൻഡ് ചെയ്തു തരുന്നതാണ് കേട്ടോ. ഒക്കെ ബുക്ക് ചെയ്തിടണം നിങ്ങൾ. അതുപോലെ നമ്മുടെ ആകാശിക്കിൻ്റെ ഒക്കെ കോഴ്സസ് ഇനി ഇതിൽ വരുന്നുണ്ട്. സബ് കോൺഷ്യസ് ഹീലിങ്ങിൻ്റെ ക്ലാസ്സസ് ഇപ്പോൾ ഈ ഒരു വീക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ബാറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ആൻഡ് ടാരോ കോഴ്സ് 23-നാണ്. ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, ആ ഒരു സോൾ പർപ്പസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. അത്രയും ഇഷ്ടപ്പെട്ടവർ വരെ, അപ്പോഴാണ് നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്കും അതുപോലെ ബാക്കി സോൾ പർപ്പസ് ആയിട്ടും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എന്താണെന്നുള്ള ക്യൂരിയോസിറ്റിക്ക് വരാതിരിക്കുക. എനിക്കതിനോടൊരു ഇഷ്ടമുണ്ട്, ഡെഫിനറ്റ് ഉണ്ടെങ്കിൽ മാത്രം വരാം. ഓക്കെ, എന്നാലും നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റുള്ളൂ, അങ്ങനെയുണ്ട്. അതുപോലെ എന്തെങ്കിലും ക്രിസ്റ്റൽസ് വേണമെങ്കിൽ, ഇപ്പോൾ റിങ്സ് ആയിട്ട് ഇതുണ്ട്. ഇതുപോലെ എല്ലാത്തിൻ്റെയും റിങ്സുകളുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ബ്രേസ്ലെറ്റ് ഇടാൻ താല്പര്യമില്ലാത്ത റിങ്സോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിനായിട്ടുള്ള ഇഷ്യൂ പറഞ്ഞാൽ അതിനുള്ള ബ്രേസ്ലെറ്റ് ഇതാണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങാം. ഓക്കെ, അപ്പോൾ ഒരു മൺഡേ ഒരു ഓർഡർ കൊടുക്കുന്നു, താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്തിടാം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു 3-4 ഡേയ്സ് കഴിയുമ്പോൾ അടുത്ത ഓർഡർ കൊടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ബുക്സിനെ കുറിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കറൻ്റ്ലി വേറൊരു ബുക്ക് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഞാനതൊന്ന് ഇതാക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, 1500 പേജസ് ഉണ്ട്. വിൽ റീഡ് പറയാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.